ഈ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കാണാം നാട്ടിൽ എന്തുണ്ട്. ഇത് ഉത്സവകാലമാണ്. എല്ലായിടത്തും ഉത്സവങ്ങൾ നടക്കും. പക്ഷേ ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളും കാവുകളും ഒക്കെ ഇപ്പോൾ പൂരോത്സവത്തിന്റെ ലഹരിയിലാണ്. ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞ പൂരോത്സവത്തിന്റെ പ്രധാന ആകർഷണം പൂരക്കളിയാണ്. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയാണ് വടക്കിന്റെ മണ്ണിൽ പൂരോത്സവം. പൂരോത്സവം പെൺകുട്ടികൾക്ക് കാമദേവനെ പൂജിക്കുന്നതാണെങ്കിൽ കളരിച്ചോടുകൾ കിഴകിച്ചേർന്നിരിക്കുന്ന പൂരക്കളി ആണുങ്ങളുടെ മെയ്യഭ്യാസ പ്രകടനം കൂടിയാണ്. പൂരോത്സവത്തിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ ക്ഷേത്രങ്ങളിലെല്ലാം പൂരക്കളിയും അനുബന്ധ ചടങ്ങുകളും തുടങ്ങും. ക്ഷേത്രങ്ങൾക്ക് പുറത്തു നിർമ്മിച്ച പന്തലുകളിലാണ് പൂരക്കളി. പിലിക്കോട് കണ്ടെത്തൽ തറവാട്ടുമുറ്റത്തെ പന്തലിലാണ് കരക്കക്കാവ് ബാല്യക്കാരുടെ പൂരക്കളി പരിശീലനം. ഒരു മാസം നിലനിൽക്കുന്ന കളിയിൽ അവസാന ദിവസമാണ് പന്തൽ കളിമാറുന്നതെന്ന് പറയുന്നത്. പന്തൽ കളിമാറുന്ന ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് പൂരക്കളി ആരംഭിക്കുകയും വൈകുന്നേരം നാടകയോഗ്യം മറ്റു ചടങ്ങുകളും നടക്കുന്നു. ഗണപതിപ്പാട്ട്, രാമായണം തുടങ്ങിയ കളികളോടെയാണ് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പൂരക്കളി പരിശീലനത്തിന് സമാപനമാകുന്നത്. പരിശീലനത്തിനിടെ ഉറഞ്ഞെത്തുന്ന ദേവനർത്തകർ മൊഴി പറഞ്ഞ ആചാരസ്ഥാനികരെയും പണിക്കാരെയും കളിക്കാരെയും അനുഗ്രഹിക്കും. 7 നാളത്തെ പൂരോത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലും കാവുകളിലും രോഹിണി നാളിലാണ് പന്തൽ കളിമാറൽ. അടുത്ത ദിവസം കഴകം കയറി ക്ഷേത്ര തിരുമുറ്റത്ത് പൂരക്കളി തുടങ്ങും. സവിശേഷ ദിനങ്ങളിൽ പൂരക്കഞ്ഞിയും ഒരുക്കും. ന്യൂസ് 18 പിലിക്കോട്. നാട്ടിലിറങ്ങുന്ന ആനകളെ തിരികെ കയറ്റുന്ന പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു വലിയ ദൃശ്യ വിരുന്ന് തന്നെ ആവാറുണ്ട്. പലപ്പോഴും മയക്ക് വെടിവെക്കുന്നതോ അങ്ങനെ പലതരത്തിലൊക്കെ കുങ്കിയാനകളെ കൊണ്ടുവന്ന് കയറ്റുന്നതൊക്കെ വളരെ ശ്രമകരമായൊരു ജോലിയാണിതെന്ന് അങ്ങനെ കണ്ട് നമുക്ക് അറിയുകയും ചെയ്യാം. പടക്കം പൊട്ടിച്ച് ആളുകൾ ബഹളം വെച്ചും ഒക്കെ ഇവയെ തുരത്താൻ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആനയെ തുരത്താനുള്ള ഒരു മാർഗം സ്വീകരിക്കുകയാണ് ഇടുക്കി ദേവികുളം RRT സംഘം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ കൈയടക്കിയിരിക്കുകയാണ് കാട്ടാനകൾ. കാലങ്ങളായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള പടയപ്പയും ചക്കക്കൊമ്പനുമെല്ലാം വലിയ ആശങ്കയാണ്. പലപ്പോഴും ആനയെ തുരത്താൻ നാട്ടുകാർ പടക്കം പൊട്ടിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ഒക്കെ ചെയ്യും. കാട് കയറുന്ന ആന ഉടൻ മടങ്ങിയെത്തുന്നു. ഇതോടെയാണ് RRT സംഘം പുതിയ ചില പരീക്ഷണങ്ങൾ നടത്താൻ തീരുമാനിച്ചത്. ഇരയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ കടുവ പുറപ്പെടുവിക്കുന്ന ഭയാനകമായ ശബ്ദമുണ്ടാക്കിയാണ് ദേവികുളം RRT സംഘത്തിന്റെ പ്രതിരോധം. ഇര തേടുന്ന കടുവയുടെ ശബ്ദം ആനകൾ ഭയപ്പെടുന്നുവെന്നും ഈ പ്രതിരോധ മാർഗം ഫലപ്രദമെന്നും RRT സംഘാംഗങ്ങൾ പറയുന്നു. ഇത് ഈ ഒരു മ്യൂസിക് ആണ് സിസ്റ്റമാണ്. ഇത് എന്ന് വെച്ചാൽ കടുവയുടെ ഒരു സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് ഉപയോഗിക്കുന്നത് ആന ഓടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കുറവായിരുന്നു. ഈ KDCP കമ്പനിയുടെ സഹകരണത്തോടു കൂടി ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതിന് ഈയിടയ്ക്ക് നമ്മളിത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഈ ആനക്കൂട്ടങ്ങളുള്ള സ്ഥലത്ത് ഈ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ഈ കടുവ ഒരു മൃഗത്തിനെ കാട്ടിൽ ആക്രമിക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ്. അപ്പോൾ അത് ഈ കുഞ്ഞുങ്ങളുള്ള കൂട്ടം കേൾക്കുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കാതെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പതിവായി കാട്ടാനകൾ ഇറങ്ങുന്ന പ്രദേശമാണ് മൂന്നാറും പരിസരവും. ഇവിടെ RRT സംഘം 24 മണിക്കൂറും കാട്ടാനകളെ തുരത്താൻ ജോലിയെടുക്കേണ്ടതുണ്ട്. പടക്കം പൊട്ടിച്ചുള്ള പ്രതിരോധ മാർഗമാണ് സ്വീകരിക്കാറ്. എന്നാൽ ഇത് ആനകളെ കൂടുതൽ പ്രകോപിതരാക്കും. കടുവയുടെ ശബ്ദം പുറപ്പെടുവിക്കുന്നതിലൂടെ ഇതിനുള്ള സാധ്യത കുറയ്ക്കുകയും ദിവസവും പടക്കം വാങ്ങുന്നതിനായി വരുന്ന പണച്ചിലവ് ഒഴിവാക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 ഇടുക്കി. ഇനി ഒരു വൈറൽ കാഴ്ചയിലേക്കാണ്. നമ്മൾ പല വൈറൽ കാഴ്ചകൾ കാണാറുണ്ട്. പക്ഷേ 5 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ 10 ലക്ഷത്തിലധികം പേർ കണ്ട ഒരു കാഴ്ചയാണിത്.
പത്തിയൂർ പുളിയറ SKV ഹൈസ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ ഒരു സാലഡാണ് വൈറലായത്. പഠനോത്സവത്തിന്റെ ഭാഗമായാണ് പരീക്ഷ കഴിഞ്ഞ് അവസാന പ്രവൃത്തി ദിനത്തിൽ കുട്ടികൾ മഹാസലാഡ് തയ്യാറാക്കിയത്. 5ാം ക്ലാസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മഹാസലാഡിന്റെ വീഡിയോ ഒരു കുട്ടിയുടെ അമ്മയാണ് മൊബൈലിൽ പകർത്തിയത്. ആ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് റീലാക്കി ഷെയർ ചെയ്യുകയും ചെയ്തു. പാട്ട് ചേർത്ത് മിക്സ് ചെയ്ത് റീലാക്കി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യം 5 ദിവസം കൊണ്ട് 10 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടു. മോളുടെ സ്കൂളിൽ പഠനോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പം കുട്ടികൾ ഒരു മെഗാ സാലഡ് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മകളും അതിൽ ഉള്ളതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. ആ വീഡിയോ എടുത്ത് ഞാൻ ടീച്ചറിന് കൊടുത്തു. പക്ഷെ അത് മറ്റൊരാൾ റീലാക്കിയിട്ട് ഇത്ര ലക്ഷം ആൾക്കാർ കണ്ടെന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം. ഉച്ചഭക്ഷണത്തിനൊപ്പം നൽകാൻ വേണ്ടി SKV ഹൈസ്കൂളിലെ 5ാം ക്ലാസ്സിലെ 15ഓളം വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും പച്ചക്കറികൾ തയ്യാറാക്കി കൊണ്ടുവന്നാണ് സ്കൂളിൽ വെച്ച് സാലഡ് തയ്യാറാക്കിയത്. ന്യൂസ് 18 കായംകുളം. ഭോപ്പാലിലെ മ്യൂസിയത്തിലേക്ക് കാസർഗോഡ് നിന്ന് ഒരു സാധനം പോവുകയാണ്. കാഴ്ചയുടെ കൗതുകം ആ മ്യൂസിയത്തിൽ തീർക്കാനാണ് പടന്നയിൽ നിന്നുള്ള വസ്തുക്കൾ പോകുന്നത്. പരമ്പരാഗത കേരളീയ വീടുകളുടെ മാതൃകകൾ തീർക്കാനായി തെങ്ങിൻ തടികളും ഓലയും എത്തിക്കുകയാണ്. നരവംശശാസ്ത്ര മ്യൂസിയത്തിലേക്കാണ് ഇവ കൊണ്ടുപോകുന്നത്. ഭോപ്പാലിലുള്ള നരവംശശാസ്ത്ര മ്യൂസിയമായ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ് സംഗ്രഹാലയത്തിലാണ് കേരളത്തിലെ പരമ്പരാഗത വീടുകളുടെ മാതൃകകൾ ഒരുക്കുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടിലുകളും 4 കെട്ടിന്റെ മാതൃകകളുമാണ് മ്യൂസിയത്തിൽ നിർമ്മിക്കുന്നത്. ഇവ നിർമ്മിക്കുന്ന കലാകാരന്മാർ നീലേശ്വരം, എരിക്കുളത്തെ 10 പേരാണ്. ഇതിനായി 10,000-ഓളം മെടഞ്ഞ ഓലകളും 30 തെങ്ങിൻ കഴുക്കോലുകളുമാണ് പടന്നയിൽ നിന്നും ഭോപ്പാലിലേക്ക് കയറ്റി അയച്ചത്. लोकली जो मटेरियल होता है वहाँ से परचेस करके जो आर्टिस्ट होते हैं उनके माध्यम से उस मटेरियल को बनवाते हैं, तैयार कराते हैं. उस तैयार मटेरियल को आर्टिस्टों के माध्यम से ही हम लोग उसको रेनोवेशन और कंस्ट्रक्शन कराते हैं, जो ट्रेडिशनल हाउस टाइप होते हैं. इस तरीके से हमारे म्यूज़ियम में देश के लगभग 75 हाउस टाइप को हम लोगों ने प्रिजर्व करके उसको कंजर्वेशन करके रखा हुआ है. പടന്ന ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 30ഓളം സ്ത്രീ തൊഴിലാളികളാണ് ഓല മെടഞ്ഞ് തീർത്തത്. 1 മാസം കൊണ്ടാണ് ആവശ്യമായ മുഴുവൻ ഓലകളും സമാഹരിച്ച് മെടഞ്ഞു തീർത്തത്. ഇന്ത്യയിലെ മനുഷ്യപരിണാമത്തിന്റെയും സംസ്കാരത്തിന്റെയും കഥകൾ പറയുന്ന മ്യൂസിയം ഭോപ്പാലിലെ ഷാംല ഹിൽസിൽ 200 ഏക്കറോളം സ്ഥലത്താണ് നിലനിൽക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്ന പ്രിയ അധ്യാപകനെ തേടി ഒരു ശിഷ്യ എത്തിയ വാർത്തയാണ് ഇനി. സാധാരണഗതിയിൽ നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഇതുപോലെ നമ്മളെ പണ്ട് എപ്പോഴോ പഠിപ്പിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ സ്വാധീനിക്കുന്ന ചില അധ്യാപകരെയൊക്കെ നമ്മളൊക്കെ അന്വേഷിച്ച് ചെല്ലാറുണ്ട്. പക്ഷേ ഈ വാർത്ത വ്യത്യസ്തമാവുന്നത് അധ്യാപകനെ തേടി എത്തിയത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ആയതുകൊണ്ടാണ്. കുറ്റിപ്പുറം ടെക്നിക്കൽ ഹൈസ്കൂളിലെത്തിയാണ് ആര്യ പ്രിയപ്പെട്ട അധ്യാപകനെ കണ്ടത്. ഈ അധ്യാപകന്റെ ശിക്ഷണത്തിലായിരുന്ന 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന മെഗാ പുനർജനി ക്യാമ്പിൽ മികച്ച പുനർജനി കേഡറ്റായി ആര്യ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നാഷണൽ സർവീസ് സ്കീം മുൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുൾ ജബ്ബാർ തന്റെ 27 വർഷത്തെ സേവനത്തിന് ശേഷം ഈ മാസം വിരമിക്കുകയാണ്. 2009 മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ ഇദ്ദേഹം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. 2016-17 തിരുവനന്തപുരം LBS എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനകാലത്ത് NSS വോളണ്ടിയർ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ. പ്രിയ അധ്യാപകന്റെ ശിക്ഷണത്തിലായിരുന്ന 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന മെഗാ പുനർജനി ക്യാമ്പിലെ മികച്ച പുനർജനി കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സാമൂഹിക പ്രവർത്തന രംഗത്തെ മികവ് മനസ്സിലാക്കിയ പ്രിയ അധ്യാപകനുമായി ജീവിതത്തിൽ ഇപ്പോഴും ബന്ധം തുടർന്നു പോരുന്നു. അധ്യാപക ജീവിതത്തിൽ നല്ല മാതൃക സൃഷ്ടിക്കുന്ന അധ്യാപകരെ വിദ്യാർത്ഥികൾ ഓർക്കുന്നത് പോലെ തന്നെ ഒരു സമൂഹം തന്നെ ഓർക്കുന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് ഇവിടെ വന്നെത്തിയിട്ടുള്ള മുഴുവൻ പേരും. ജബ്ബാർ സാറിനെ പറ്റി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വ്യക്തിപരമായി പല അനുഭവങ്ങളും പറയാനുണ്ട്. NSSൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച കോഴിക്കോട് പുനർജനി ക്യാമ്പിന്റെ ഭാഗമായ ഒരുപാട് പേർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നു.
കുറ്റിപ്പുറം ടെക്നിക്കൽ സ്കൂളിൽ നടന്ന യാത്രയയപ്പ് പരിപാടിയിൽ എത്തിയവർക്ക് വിത്ത് നൽകിയാണ് ഡോക്ടർ അബ്ദുൾ ജബ്ബാർ സ്വീകരിച്ചത്. വിത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിക്കുകയും പരിപാടിയിൽ പൂർണ്ണസമയം പങ്കെടുത്തുമാണ് ആര്യ രാജേന്ദ്രൻ മടങ്ങിയത്. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് കക്കാടംപൊയിലിലെ റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി 7 വയസ്സുകാരന് ദാരുണാന്ത്യം. കൂട്ടിലങ്ങാടി പഴമള്ളൂർ അഷ്മിലാണ് മരിച്ചത്. ഏതൻസ് ഗാർഡൻസ് എന്ന റിസോർട്ടിലായിരുന്നു അപകടം നടന്ന ഉടൻ കൂടരഞ്ഞിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഗുലാം നബി ആസാദ് ചേരുന്നുണ്ട്. ആസാദ്, എങ്ങനെയായിരുന്നു അപകടമുണ്ടായത്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ കിട്ടുന്ന വിവരം ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവര് കുടുംബത്തോടൊപ്പം ആണ് ഈ കക്കാടംപൊയിലിലെ കഴിഞ്ഞ ദിവസം കക്കാടംപൊയിലിലെ ഏതൻസ് ഗാർഡൻ എന്ന റിസോർട്ടിലെത്തിയത്. കുട്ടി കളിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഇവര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറിയ സമയത്താണ് കുട്ടി അബദ്ധവശാൽ ഈ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരണപ്പെട്ടത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഈ അപകടം പറ്റിയ ഉടനെ തന്നെ കുട്ടിയെ എടുത്ത് കൂടരഞ്ഞിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഈ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ ആളുകൾ റിസോർട്ടുകളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ടൂർ പോകുന്ന ഒരു ഉല്ലാസ യാത്രക്ക് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതിനിടയിലാണ് ഇപ്പൊ ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഈ കക്കാടംപൊയിലിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൽ വിനോദത്തിനായി എത്തിയ ഒരു വിദ്യാർത്ഥിയും മുങ്ങി മരിച്ചിരുന്നു, കോഴിക്കോട് സ്വദേശി. അതിനുശേഷം അത് ഉച്ചയോട് കൂടിയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ചെറിയ പിഞ്ചു പൈതൽ 7 വയസ്സുകാരനായ അഷ്മൽ എന്ന പിഞ്ചു കുട്ടി മരണപ്പെട്ടത്. ആളുകൾ ഇത്തരത്തിൽ ഈ കുട്ടികളുമായെല്ലാം ഈ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള റിസോർട്ടുകളെല്ലാം പോകുമ്പോൾ ഏറെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും അതാണ് ഈ സമയത്ത് പറയാനുള്ളത്. അവധിക്കാലമാണ്. നമ്മൾ കുട്ടികളെയും ഒക്കെ കൊണ്ട് സ്ഥിരം യാത്രയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്കായിരിക്കും മിക്കവാറും നമ്മുടെ ആ യാത്ര. അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷിതമെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് അത്ര സുരക്ഷിതമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇങ്ങനൊരു അപകടം സംഭവിച്ചത് റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചത് മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണ്. 7 വയസ്സുള്ള അഷ്മിൽ എന്ന കുഞ്ഞാണ് ഇന്നലെ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി മരിച്ചത്. അപകട മേഖലയിൽ വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ച് ടൂറിസം വകുപ്പ്. വർക്കല പാപനാശം തീരത്ത് മുൻപ് അപകടമുണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് പുതിയ പാലം നിർമ്മിച്ചത്. പഠനത്തിന്റെ ഭാഗമായാണ് വീണ്ടും പാലം സ്ഥാപിച്ചതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന ഇടം. ടൂറിസം വികസനത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ വർഷം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. ഇതുൾപ്പെടെ മറ്റ് നിരവധി വിനോദോപാധികളും ഇവിടെ സ്ഥാപിച്ചു. എന്നാൽ കഴിഞ്ഞ മാർച്ചിൽ ശക്തമായ തിരമാലയിൽ ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. നിരവധി പേർ അപകടത്തിൽപ്പെട്ടു. ഇതോടെയാണ് ഇവയുടെ സുരക്ഷയിൽ ആശങ്ക ഉയർന്നത്. അപകടമുണ്ടായ അതേ സ്ഥലത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാനാണ് നീക്കം. അവർക്ക് ഈ കൊണ്ടുവരുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്ന അവരുടെ ഇഷ്ടം പോലെ ഒരു സൂപ്പർവിഷനും ഇല്ലാതെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഇങ്ങനെ നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ നമുക്ക് ഇത് പറയാനുള്ളത്, ഈ വർക്കല ടൂറിസം വികസിക്കുന്നതോടൊപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ വർക്കല ടൂറിസം വികസിക്കൂ. പക്ഷേ ഇതൊക്കെ ആവശ്യമാണ്, ജനങ്ങൾക്ക് ഇത് ഇഷ്ടമാണ്. പക്ഷേ ആദ്യം ഇതിനുള്ള സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. NITയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് പരിശോധനയ്ക്കായാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിച്ചത് എന്നാണ് തമിഴ്നാട് തൃച്ചി ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയുടെ വാദം. അപകടം സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പാപനാശം ബലിമണ്ഡപത്തിന് സമീപത്തായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ ശക്തമായ തിരമാലയിൽപ്പെട്ട് വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതോടെ ശ്രമം ഉപേക്ഷിച്ചു. അപകടമുണ്ടായാൽ പരിക്കേറ്റവരെ ആംബുലൻസിൽ എത്തിക്കണമെങ്കിൽ തീരത്തു നിന്നും 300 മീറ്ററിൽ ഏറെ ദൂരം മണലിലൂടെ കാൽനടയായി സഞ്ചരിക്കേണ്ടി വരും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് കണക്കിലെടുക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. കൃത്യതയോടെയുള്ള പഠനങ്ങൾ നടത്തി മാത്രമേ ബ്രിഡ്ജ് സ്ഥാപിക്കാൻ പാടുള്ളൂ എന്നും വീണ്ടും ഒരു അപകടം ഉണ്ടാകാൻ പാടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 വർക്കല.
ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രസവിച്ച ആട് എന്ന ഗിന്നസ് റെക്കോർഡ് തൂക്കിയെടുത്തിരിക്കുകയാണ് ഇടുക്കി പീരുമേട് സ്വദേശി ലിനു പീറ്റർ വളർത്തുന്ന ആട്ടിൻകുട്ടി. കനേഡിയൻ പിഗ്ബി വിഭാഗത്തിലുള്ള ഈ പെണ്ണാടിന്റെ ഉയരം വെറും 40 സെന്റിമീറ്റർ. എത്ര വരെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 40 സെന്റിമീറ്റർ മാത്രമാണ്. അധ്യാപകൻ കൂടിയായ ലിനു 15 വർഷം മുൻപാണ് കനേഡിയൻ പിഗ്മി ഇനത്തിലുള്ള ഒരു ജോഡി ആടുകളെ വാങ്ങുന്നത്. ഇപ്പോൾ 3 ആണാടും 5 പെണ്ണാടും 20 കുഞ്ഞുങ്ങളുമുണ്ട്. ഇണ ചേർക്കുമ്പോൾ ഓരോ തവണയും ഓരോ ആണാടിനെയാണ് ഉപയോഗിക്കുക. വംശഗുണം നിലനിർത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൊക്കം കുറഞ്ഞ ആടിന്റെ കുട്ടിക്ക് ഇപ്പോൾ 6 മാസം പ്രായമായി. ഗിന്നസ് അധികൃതർ നൽകിയ നിയമാവലി അനുസരിച്ചാണ് രേഖകൾ തയ്യാറാക്കിയത്. അപേക്ഷ നൽകി 21-ാം ദിവസം ലിനുവിന്റെ ആടിന് ഗിന്നസ് റെക്കോർഡും ലഭിച്ചു. ശരിയെന്ന ആദ്യമായിട്ടാണ് കേരളത്തിൽ ഏറ്റവും പെട്ടെന്ന് ഇത്രയും ഗിന്നസ് കിട്ടിയത്. 21 ദിവസം കൊണ്ട് അപ്ലൈ ചെയ്തു. നമ്മൾ റിപ്പോർട്ടുകളെല്ലാം അയച്ചു. 21-ാമത്തെ ദിവസം കേരളത്തിലെ ആദ്യത്തെ ആളാണ്. സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആടിന്റെ പ്രായം, ബ്രീഡ്, അളവുകൾ എല്ലാം രേഖപ്പെടുത്തിയത്. വിവിധ പക്ഷിമൃഗാദികളെ പരിപാലിക്കുന്ന ലിനുവിന്റെ ഫാമിന് മേൽനോട്ടം വഹിക്കുന്നത് ഭാര്യ അനു ജോസും വിദ്യാർത്ഥികളായ ലൂത്, ലിനറ്റ് എന്നിവരും ചേർന്നാണ്. കുഞ്ഞനാടിനെ തേടി ഗിന്നസ് റെക്കോർഡ് എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബവും പ്രദേശവാസികളും. ന്യൂസ് 18 ഇടുക്കി. ആള് കുഞ്ഞനാണെങ്കിലും റെക്കോർഡ് വലുതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഈ ആടിനെ കാണാനും കാഴ്ചക്കാരെത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. CPM നിയന്ത്രണത്തിലുള്ള പാലക്കാട് തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി. അനധികൃതമായി സ്വർണ്ണ പണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നതായും ആരോപണമുണ്ട്. സംഘത്തിനെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഇവിടുത്തെ നിക്ഷേപകർ. വാർദ്ധക്യകാലത്ത് ലഭിച്ച പെൻഷൻ തുകയാണ് ഞാങ്ങാട്ടിരി മാട്ടായ സ്വദേശി പാത്തുമ്മ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. റംസാൻ കാലത്ത് പണത്തിനായി സംഘത്തിൽ കയറിയിറങ്ങിയെങ്കിലും നിക്ഷേപത്തുക ലഭിച്ചില്ല. ഞാന് എന്റെ ഭാര്യ ഒത്തിരി കിട്ടാണ്ട് അത് മേടിക്കാലോചിച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത്. വെയിലും കൊണ്ടിട്ടാണ് ഈ നോമ്പിന് നടന്നിരുന്നത്. അത് ഓള് കുറേശ്ശെ തന്ന് ബാക്കി അടച്ചിട്ടു. അപ്പൊ കേസ് ആയപ്പോ മരുന്നാക്കി ഇത് അടച്ചിട്ടു, തുറക്കുന്നേ ഇല്ല. മകളുടെ ഭർത്താവ് മരിച്ചപ്പോൾ നാട്ടുകാർ സഹായിച്ച പണമാണ് പ്രദേശവാസി ഫാത്തിമക്കുട്ടി നിക്ഷേപിച്ചത്. മാസങ്ങളോളം സംഘത്തിൽ കയറിയിറങ്ങി, രക്ഷയില്ല. കുട്ടമകളുടെ മാപ്പിള മരിച്ചിട്ട് ആൾക്കാർ വീടിന് സഹായിക്കാൻ വേണ്ടിയിട്ട് 500 10 തന്നിട്ടുള്ളതാണ്. ആ പൈസ ഒരു 1.25 ലക്ഷം രൂപ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സമയം 3 മാസത്തിനാണ് ഇട്ടുണ്ടായിരുന്നത്. 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ വന്നപ്പോൾ പൈസ കിട്ടിയില്ല. ഇവിടെ ഇല്ല, കേസ് കൊടുത്തോളാൻ പറഞ്ഞു. നോമ്പ് നോറ്റ് ഉംറയ്ക്ക് പോകാനായി പണം പിൻവലിക്കാൻ എത്തിയ സുഹറ നിരാശയോടെയാണ് മടങ്ങിയത്. കുട്ടിയുടെ കുടുക്കയിൽ നിന്നുള്ള പണമടക്കമാണ് ഇവർ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. 20,000 രൂപ ഞാൻ പൈസ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കുട്ടിയുടെ ഒരു ചെറിയൊരു ഉണ്ടിക ഉണ്ടല്ലോ, അത് പൊളിച്ചിട്ട് അതും ഒരു 15,000 രൂപ അതുകൊണ്ട് കൂട്ട് ഇനി പലിശ അടക്കം കിട്ടുകയാണെങ്കിൽ 10-40 രൂപയുടെ അടുത്തുണ്ടാവും. ഞാനൊരു ഉമ്രക്ക് ഈ മാസം പോകാൻ വേണ്ടി നോമ്പിന് പോകാൻ വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വേണ്ടി കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബറോട് കൂടി കാലാവധി നവംബറിൽ ചെന്നു. അപ്പോൾ പറഞ്ഞ് ആയിട്ടില്ല, ഒരു മാസം കൂടി ഉണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മാസം കൂടി കഴിഞ്ഞ് ചെന്നപ്പോൾ അവൾ പറഞ്ഞ് അപ്പോഴാണ് ഈ സംഭവം ഇവിടെ അറിയുന്നത്. ഞങ്ങൾ എൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഞങ്ങൾ ഈ സംഭവം ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ബാൻഡിതാറേനെ പൊളിയാൻ പോകണമെന്ന് അറിഞ്ഞില്ല. അപ്പോഴാണ് ഇങ്ങനെ തരാ അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി പൊളിയാണ് എന്ന് പറഞ്ഞു. ഞാങ്ങാട്ടിരി മാട്ടായിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലാണ് നിക്ഷേപ തട്ടിപ്പ്. CPMന്റെ നിയന്ത്രണത്തിലാണ് സ്ഥാപനം. നിക്ഷേപത്തുക പിൻവലിക്കാനായി ബാങ്കിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചിരുന്നു. ഇതോടെയാണ് ക്രമക്കേട് പുറത്തറിഞ്ഞത്. നിരവധിയായിട്ടുള്ള ആളുകൾ പരാതിയുമായി പോലീസിലേക്ക് ചെല്ലുമ്പോ ആ പരാതി ഒന്ന് സ്വീകരിച്ച് FIR ഇടാൻ പോലും ഈ നാട്ടിലെ പോലീസ് സ്വമേധയാ തയ്യാറാകുന്നില്ല. ആഴ്ചകളോളം അവരുടെ പരാതിയിന്മേൽ ഒരു പോലീസ് FIR ഇടാതെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന സഹായിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ക്രമക്കേട് പുറത്തായതോടെ ബാങ്ക് കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടി. പണം കിട്ടാതായതോടെ 14 പേർ തൃത്താല പോലീസിൽ പരാതി നൽകിയിരുന്നു. ചിലർ കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. കുട്ടികൾക്കായുള്ള സഞ്ജയ് പദ്ധതിയിലും നിരവധി പേർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കായംകുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രതന്ത്രി അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരി, മേൽശാന്തി രാകേഷ് വാസുദേവ് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത്.
ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളുണ്ട്. കെട്ടുകാഴ്ച, വരവ്, തിരുവാതിര, അങ്ങനെ കലാപരിപാടികളൊക്കെ നടക്കും. ഈ മാസം 13 ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവത്തിന് സമാപനമാകും. IT പഠനത്തിന് വിദ്യാലയങ്ങളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഉബുണ്ടു. ഈ ഉബുണ്ടു സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലനം സംഘടിപ്പിച്ചു. ഉപജില്ലയിലെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നായി 36 അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു. വിദ്യാലയങ്ങളിലെ IT പഠനത്തിന് ഉപയോഗിക്കുന്ന ഉബുണ്ടു സോഫ്റ്റ്വെയറിന്റെ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട പട്ടാമ്പി ഉപജില്ലാതല പരിശീലനമാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. അടുത്ത അധ്യയന വർഷത്തിൽ പുതിയ സോഫ്റ്റ്വെയറാണ് IT പഠനത്തിന് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലിറ്റിൽ കൈറ്റ് മാസ്റ്റർ ട്രെയിനർ രാജീവ്, കൈറ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് വിവേക് എന്നിവർ ക്ലാസ് എടുത്തു. സ്കൂളിൽ ഉപയോഗിക്കുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഉബുണ്ടുവിന്റെ 22.04 വേർഷൻ ഇൻസ്റ്റലേഷനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നടക്കുന്നത്. അടുത്ത കൊല്ലം മുതൽ ഹൈസ്കൂളുകളിൽ 8, 9, 10 പാഠഭാഗങ്ങളെല്ലാം പുതിയ OS-ൽ, അതായത് ഉബുണ്ടുവിന്റെ 22.04 OS-ലാണ് വരാൻ പോകുന്നത്. ലിറ്റിൽ കൈറ്റ്സ് മാസ്റ്റർ, സ്കൂൾ IT കോർഡിനേറ്റേഴ്സ് എന്നിവർക്കാണ് പരിശീലനം. ഉപജില്ലയിലെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നായി 36 അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. നഗരസഭാ ചെയർപേഴ്സണായിരുന്ന CPM അംഗം സബീന ബിഞ്ചുവിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതോടെയാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് കാണിച്ച് BJP കൌൺസിലർമാർക്ക് പാർട്ടി നേതൃത്വം വിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണയും നഷ്ടമായ തൊടുപുഴ നഗരസഭാ ഭരണം ഇത്തവണ തിരികെ പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. നിലവിലെ ചെയർപേഴ്സണായിരുന്ന സബീന ബിഞ്ചുവിനെ UDF അവിശ്വാസത്തിലൂടെ പുറത്താക്കുകയായിരുന്നു. 35 അംഗ കൌൺസിലിൽ നിലവിൽ 34 അംഗങ്ങളാണുള്ളത്. ഒരു വാർഡിലെ കൌൺസിലറെ കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ UDF പക്ഷത്ത് 14 അംഗങ്ങളും LDF-ന് ഒപ്പം 12 അംഗങ്ങളുമുണ്ട്. കോൺഗ്രസ് അംഗമായ K. ദീപക്കാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ജില്ലയിലെ UDF-ലെ പ്രശ്നങ്ങൾ മൂലം സംസ്ഥാന നേതൃത്വമാണ് ഇത്തവണ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ K. ദീപക് മത്സരിക്കും. യൂത്ത് ഫണ്ടിന്റെ UDF-ന്റെ സംസ്ഥാന ലീഡർഷിപ്പ് ചർച്ച ചെയ്തതിനു ശേഷം അവരെ അറിയിച്ച തീരുമാനമാണ്. മുൻപ് 2 തവണയും നടന്ന ചെയർമാൻ തിരഞ്ഞെടുപ്പുകളിൽ UDF-ലെ ചില കൌൺസിലർമാർ LDF-നൊപ്പം നിന്നതോടെയാണ് UDF-ന് ഭരണം നഷ്ടമായത്. BJP-യിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ ഉൾപ്പെടെ കൌൺസിലിൽ 8 അംഗങ്ങളാണുള്ളത്. മുൻ ചെയർപേഴ്സണെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതിന്റെ പേരിലാണ് BJP-യിലെ 4 പേർക്കെതിരായ സസ്പെൻഷൻ നടപടി. എന്നാൽ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് നൽകിയതിനെ തുടർന്ന് എല്ലാ BJP അംഗങ്ങളും വിട്ടുനിൽക്കുവാനാണ് തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായൊരു കെട്ടിടമൊരുങ്ങുന്നു. 3 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറി. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ചു തുടങ്ങിയ കൊപ്പം പോലീസ് സ്റ്റേഷൻ വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. 3 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കെട്ടിടം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങി. അടുത്ത ആഴ്ചയോടെ നിർമ്മാണ പ്രവൃത്തികളും തുടങ്ങും. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി LP സ്കൂളിന് മുൻവശത്തെ 50 സെന്റ് സ്ഥലത്താണ് നിർമ്മാണം. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നു. അതിനുശേഷമാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നത്. 2017 സംസ്ഥാന ബജറ്റിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതിയായത്. 2018 കരിങ്ങനാടുള്ള വാടക കെട്ടിടത്തിൽ സ്റ്റേഷന്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഇതോടൊപ്പം സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാനുള്ള തുകയും ബജറ്റിൽ അനുവദിച്ചിരുന്നു. എന്നാൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമാവാത്തതിനാൽ തുടർ നടപടികൾ നീളുകയായിരുന്നു. റവന്യൂ വകുപ്പിന്റെ സ്ഥലം 2022 ആഭ്യന്തര വകുപ്പിന് വിട്ടു നൽകിയത്. ഇതിന്റെ നടപടിക്രമങ്ങൾക്കും കാലതാമസമുണ്ടായി. ഇതിനിടെ ഈ സ്ഥലത്ത് കെട്ടിടം വരുന്നതുമായി ബന്ധപ്പെട്ട് പരാതികളും ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പോലീസുകാർ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉള്ള ആളുകളായിരിക്കും. അവരുടെ സമ്മർദ്ദം കുറക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ, അവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള, അവർക്ക് വിശ്രമം അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെയുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനായിരിക്കും കൊപ്പത്ത് യാഥാർത്ഥ്യമാകുന്നത്. അതിൻ്റെ നിർമ്മാണം
ആരംഭിച്ചു എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ അതും ഉണ്ടാകും. കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം മുതലാണ് തുടങ്ങിയത്. ഇത് പൂർത്തിയാവുന്നതോടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രവൃത്തികളും തുടങ്ങും. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് യാഥാർത്ഥ്യമാകുന്നത്. സമയബന്ധിതമായി തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനാകും. കൊപ്പം, കുലുക്കല്ലൂർ, വിളയൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ. ന്യൂസ് 18 പാലക്കാട്. കോതമംഗലം നിധി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ, കോതമംഗലം ബാർ, ബസേലിയോസ് ഡെന്റൽ കോളേജ്, കാരിത്താസ് എന്നിവയുടെ സഹകരണത്തിലാണ് ക്യാമ്പ്. നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെ ക്യാമ്പ് നടക്കും. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ സെയിന്റ് തോമസ് ഹാളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ചികിത്സ, മരുന്ന്, ലാബ് ടെസ്റ്റുകൾ എന്നിവ സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിക്കുന്നു. പീസ് വാലിയുടെ നിർഭയ സെന്റർ ഫോർ വിമൻ ഇൻ ഡിസ്ട്രസ് നാടിന് സമർപ്പിച്ചു. അതിജീവിതകളുടെ പുനരധിവാസമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 10 വാർഡുകളിലായി 150 പേർക്കുള്ള സൗകര്യമാണ് നിർഭയയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രമുഖ വ്യവസായി ഗൾഫാർ മുഹമ്മദ് അലിയാണ് പദ്ധതി നാടിന് സമർപ്പിച്ചത്. സമീർ പൂക്കുഴി ചടങ്ങിൽ മുഖ്യാതിഥിയായി. നിർഭയ കേന്ദ്രത്തിലെ വസ്ത്രനിർമ്മാണ യൂണിറ്റിന്റെ ആദ്യ വിൽപ്പന ഡോക്ടർ മുഹമ്മദ് കാസിം നിർവഹിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായും സ്ത്രീകൾ തന്നെയാണ് സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക.